ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള എല്ലാ മേഖലകളിലും അങ്ങേയറ്റം മികവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത്, നമ്മുടെ കൃഷ്ണൻകുട്ടി സാർ. സാർ, ഈ ഒരു അവസരത്തിൽ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ തലമുറയോട് റിട്ടയർമെന്റ് ലൈഫിനെ പറ്റി, പെൻഷനെ പറ്റിയൊക്കെ സാറിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്, ഒരു അഡ്വൈസ് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ആശങ്കയാണ് ഇപ്പൊ പ്രകടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ പുതിയൊരു കാലഘട്ടത്തില് മറ്റെല്ലാത്തിനേക്കാളും ഉപരിയായിട്ടൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ കാലവും ഉറപ്പായൊരു വരുമാനം കിട്ടുക എന്നുള്ളത്. എന്തുകൊണ്ടെന്നാല് എത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കുന്നു യാതൊരുവിധ ഉറപ്പുമില്ല. പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ മുഴുവൻ ചെലവുണ്ടാവും, ഉറപ്പായിട്ടും ചെലവ് വരും. പക്ഷെ എത്ര കാലം വരുമാനം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അപ്പോ വരുമാനമുള്ള സമയത്ത് ഭാവിയിൽ വരാവുന്ന വരുമാനമില്ലാത്ത ഘട്ടത്തിലേക്ക് ഒരു കരുതൽ ചെയ്യാന്ന് പറയും. ഒരു പിടി നമുക്ക് വേണ്ടി വെക്കുക. ഇതില് ഇന്ന് കമ്പൈൻഡ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് ഈ റിട്ടയർമെന്റ് പെൻഷൻ ആളുകൾ ചിന്തിക്കുമ്പോൾ ചെറുപ്പക്കാർ പറയാറുള്ളത്, ഇൻഫ്ലേഷൻ വരുമ്പോൾ കിട്ടുന്ന തുക അത്ര മെച്ചമായിരിക്കില്ലോ എന്നൊരു ഒരു ആശങ്ക പറയാറുണ്ട്. റിട്ടയർമെന്റില് 10,000 25,000 ഒന്നും കിട്ടിയാലൊന്നും ശരിയാവില്ല, അതുകൊണ്ട് കാര്യമില്ലെന്ന് പറയാറുണ്ട്. അതിനേക്കാളും നല്ലത് ഇക്വിറ്റി ഫണ്ടാണെന്നും പറയാറുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒന്നിനും നല്ലതൊന്നും മോശമൊന്നുമില്ല. നമ്മുടെ പർപ്പസാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ഒരു ആളിന്റെ യാത്രയിൽ ഒരു നല്ല തരത്തിൽ ഒരു റിട്ടയർമെന്റ് ഫണ്ട് ഉണ്ടാക്കാൻ ക്ലബ് ചെയ്ത് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. ഒന്നിന്ന് ഗ്യാരണ്ടീഡ് ഇൻകം ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്ന, ഗ്യാരണ്ടീഡ് ആയിട്ട് ജീവിതകാലം മുഴുവനും കിട്ടുന്ന വരുമാനമുള്ള ചില പദ്ധതികൾ കേന്ദ്ര സർക്കാരും മറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. അത് മികച്ച ചില പദ്ധതികൾ LIC പോലുള്ള സ്ഥാപനത്തിലൂടെയും കൊടുക്കുന്നുണ്ട്. 2, അത് പക്ഷെ കിട്ടുന്ന തുക അവരുടെ ജീവിതകാലം മുഴുവൻ, ഇപ്പൊ 50,000 രൂപയാണെങ്കിൽ 50,000 രൂപ തന്നെയായിരിക്കും കൃത്യമായിട്ട് അവരുടെ ജീവിതകാലം മുഴുവൻ കിട്ടുന്നത്. പക്ഷെ ഇത് ചിലപ്പോഴൊക്കെ ഇൻഫ്ലേഷൻ വരുമ്പോ നമുക്ക് തികയാതെ വരും. അവിടെ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിന്റെ ഒപ്പം തന്നെ ഒരു നല്ല ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിലൂടെ ശരിക്കും ഒരു അക്യുമുലേഷൻ ഉണ്ടാക്കുക. 60 വയസ്സാകുമ്പോൾ അവർക്ക് 50,000 റെഗുലർ ഇൻകം കിട്ടുന്നുണ്ട്. കൂടെ തന്നെ അവരുടെ ഫണ്ടില്, ഒരു മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിൽ അവർക്കൊരു 1 കോടി രൂപ സമാഹരിച്ചു എന്നിരിക്കട്ടെ. അപ്പൊ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ 50 കിട്ടുന്നിടത്ത് പോരായ്മ വന്നാൽ കുറേശ്ശെ പൈസ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്ത് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ചിലർ പറയും ഇത് SWP ചെയ്യുന്നത് നല്ലതല്ലെന്ന് പറയാം. നല്ലത് തന്നെയാണ് SWP, സിസ്റ്റമാറ്റിക്കൽ വിഡ്രോവൽ. നേരത്തെ നമ്മൾ പറഞ്ഞു SIP പറഞ്ഞു. ഇവിടെ SWP എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാം. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ, നമ്മളിപ്പോ ഒരു SWP-യിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാ സമയത്തും കൃത്യമായൊരു എമൗണ്ട് വരികയും ആ സമയത്ത് മാർക്കറ്റ് ഡൗൺ ആണോ അപ്പ് ആണോ എന്നറിയില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു കുറച്ചു കാലം കഴിയുമ്പോൾ തന്നെ നമ്മുടെ അക്യുമുലേഷൻ എമൗണ്ട്, അതായത് കോർപ്പസ് ചിലപ്പോൾ കുറഞ്ഞു പോയേക്കാം. കാരണം നമുക്ക് ചിലപ്പോ 50,000 രൂപ SWP-യിൽ നമ്മൾ എടുക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഫണ്ട് എടുത്താൽ 50,000 ബാങ്ക് അക്കൗണ്ടിൽ വരും. ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മുഴുവൻ പൈസ നമുക്ക് വേണ്ടി വരില്ല. പക്ഷേ ബാങ്കിൽ കിടന്ന ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യും, അതിന് ടാക്സ് വരികയും ചെയ്യാം. എന്നാൽ 50,000 രൂപ നമുക്ക് നമ്മുടെ ആവശ്യമില്ലാതെ നമ്മൾ പറഞ്ഞതനുസരിച്ച് മുൻകൂട്ടി ഫിക്സ് ചെയ്ത ഒരു എമൗണ്ടിൽ നിന്ന് നമുക്കത് കൃത്യമായിട്ട് എല്ലാ മാസവും 50,000 വരികയും, ചിലപ്പോൾ 50,000 നമുക്ക് വേണ്ടെങ്കിലും 50,000 അക്കൗണ്ടിൽ വരും. ആ 50,000-ൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ആവശ്യം കഴിഞ്ഞാൽ പൈസ അവിടെ കിടക്കുമ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കുകയും, എന്നാൽ ഭാവിയിൽ നമ്മുടെ കോർപ്പസിൽ അത് കുറയാനും സാധ്യതയുണ്ട്. മറിച്ച് ഈ ഫിക്സ്ഡ് ഇൻകം കിട്ടുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് വരുമാനം കിട്ടുകയും, നമുക്ക് SWP-ന് പകരം നമ്മളൊക്കെ ചെയ്യാവുന്ന വെച്ചാൽ അവിടെ നിന്ന് ആവശ്യം വരുമ്പോൾ കുറേശ്ശെ പൈസ എടുക്കുകയാണെങ്കിൽ അതിനെ കുറച്ചുകൂടെ മികച്ച രീതിയിലേക്ക് ജീവിതകാലം മുഴുവൻ നമുക്ക് വർദ്ധിക്കും. 2, രണ്ടും നമുക്ക് ചോദ്യങ്ങളിൽ പലപ്പോഴും വരും, ഇന്നത് ഗുണമാണോ, ഇൻഫ്ലേഷൻ വരുമ്പോൾ കുറഞ്ഞു പോകില്ലെന്ന് ചോദിക്കും. അപ്പൊ മറ്റേതാണ് നല്ലതെന്ന് പറയും. പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്ന്, ജീവിതത്തിന്റെ അവസാന ദിവസം വരെ വരുമാനം കിട്ടിയ സേഫ്റ്റിയാണ്. 2, നമുക്കൊരു 80 വയസ്സായ മ്യൂച്വൽ ഫണ്ട് എല്ലാം നോക്കിയിരിക്കാനും അതിന്റെ മാർക്കറ്റിന്റെ ട്രെൻഡോ മുകളിലേക്കാണോ താഴത്തേക്കാണോ പോകാൻ നോക്കാനുള്ള ഒരു മെന്റലായിട്ടുള്ള ഒരു ചിന്തിക്കാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ പറ്റണമെന്നില്ല. അപ്പൊ രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോയാൽ നമുക്ക് സഹായകമായിരിക്കും. അപ്പൊ ഇങ്ങനൊരു പ്ലാനിങ് നമ്മൾ ചെയ്യാൻ സാധിച്ചാൽ വരുന്ന തലമുറയെ സംബന്ധിച്ച് പറഞ്ഞാൽ ചെറിയൊരു സമ്പാദ്യം മാത്രം മാറ്റിവെച്ചാൽ തന്നെ വലിയൊരു കോർപ്പസ് ഉണ്ടാക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മുടെ ജോലി മതിയെന്ന് തോന്നി, അല്ലെങ്കിൽ വിട്ടുപോകുന്നു, അല്ലെങ്കിൽ നമുക്ക് ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് തകർന്നു പോയി, നമ്മുടെ ദൈനംദിനം കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന രീതിയിൽ ഒരു തുക സ്ഥിരമായിട്ട് കിട്ടാൻ കരുതി വെച്ചുകൊണ്ടുള്ള റിട്ടയർമെന്റ് എന്നോ പെൻഷനോ ഒന്നും വാക്കിടണമെന്നില്ല.
നമ്മൾ വിചാരിക്കേണ്ട ഒരു പാസീവ് ഇൻകം, അതാണ് നമ്മൾ മേടിക്കേണ്ടത്. പലപ്പോഴും അറിയാതെ എക്സാക്ട്ലി അതും പാസീവ് ഇൻകം എന്ന് പറയുന്നത് പണ്ട് നമ്മൾ റിട്ടയർമെന്റ് 60 പൈസ. ഇപ്പൊ അങ്ങനെ ഒരു 60 വയസ്സ് വരെ ആകാൻ കാത്തിരിക്കേണ്ട, 50 വയസ്സും 45 വയസ്സ് വരും ജോലിയിലോട്ട് വരിക. അവിടെയൊക്കെ പാസീവ് ഇൻകം ആണ് വേണ്ടത്. ഈ പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ പൈസ കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം. ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നീട് സങ്കടപ്പെടാനും മറ്റും നമ്മൾ പറയാൻ ഒരാളില്ലാത്ത അവസരയ്ക്ക് എന്നതാണ്. നമ്മുടെ പാരന്റ്സിനെ കണ്ടിട്ട് ഞാൻ അന്ന് ചെയ്തില്ല ഇപ്പോഴാണെന്ന് പറയാൻ അവരുണ്ടാവില്ല, അല്ലെ? കൂടെ നടന്നിരുന്ന ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ നമുക്ക് വരുമാനം ഉള്ളപ്പോൾ നമുക്ക് അവരെ കെയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വരുമാനം കുറയുമ്പോൾ അവരും നമ്മളെ കെയർ ചെയ്യില്ല. ഇത് കരുതലായിട്ട് എടുക്കണമെന്നുള്ളതാണ് പുതിയ തലമുറയ്ക്ക് എനിക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം. അതും ഇന്നൊരു ഇതിലൂടെ ഉണ്ട്. പലപ്പോഴും ചില ആളുകൾ ലോങ് ടൈമിലേക്ക് ഇൻഷുറൻസ് പോളിസികൾ എടുക്കും. അപ്പൊ അത് തുടക്കത്തിൽ ഇത് കുടുംബത്തിന്റെ സേഫ്റ്റിയാണ്. തുടക്കത്തിൽ ഇൻഷുറൻസ് കുടുംബത്തിന് സേഫ്റ്റി. സെക്കൻഡ് പാർട്ട് ഇതൊരു റിട്ടയർമെന്റ് സേഫ്റ്റി. കാരണം അത്രയും വർഷം കഴിഞ്ഞിട്ട് ഈ തുക കിട്ടുകയും ആ തുക കുറവായിരിക്കും, പക്ഷെ അത് നമുക്ക് വേണമെങ്കിൽ പെൻഷനിലേക്ക് മാറ്റാം. ഇത് കമ്പൈൻ ചെയ്യാൻ പറ്റിയാൽ അതും നല്ലൊരു കാര്യമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് അറിയിക്കാനുള്ള സന്ദേശം. സാർ, ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻവെസ്റ്റ് ഫോർ യു സൊല്യൂഷൻസിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? ഇത്രയും വർഷത്തെ ആ ഒരു സേവന പാരമ്പര്യമുണ്ട്, ജനങ്ങളുടെ ഇടയിലുള്ള സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ കൃഷ്ണൻകുട്ടി സാറാണ്, കെ സാറാണ്. സോ സാറിന്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? ഇത് ഞങ്ങളുടെ ആ ഗോൾ എന്ന് പറയുന്നത് ശരിക്കും നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഏകദേശം 33 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു കസ്റ്റമേഴ്സ് അവര് ഭയങ്കരമായിട്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം എവിടെ ചെന്നാലും ഒരു സ്വീകാര്യതയുണ്ട്. അതൊരു ഞങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കിട്ടിയ വലിയൊരു സന്തോഷമാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി വരുന്ന സമയങ്ങളിൽ ആളുകളുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, എൻ്റെ മകൾ കൃഷ്ണ ഈ രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ അതും ഒരു സന്തോഷമാണ്. കാരണം പലപ്പോഴും ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ട് ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും അത് തുടർന്നു പോകാൻ ആളില്ലാതെയാണ് ഇന്ന് പല സംരംഭങ്ങളും തകർന്നു പോകുന്നത്. ഈ ഫൈനാൻഷ്യൽ മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ദിവസം 2 ദിവസം കാര്യമല്ല. ഒരാളുടെ ജീവിത യാത്രയ്ക്ക് വേണ്ട കൃത്യതയോടെയുള്ള കരുതലെടുക്കുന്ന സംവിധാനങ്ങളാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ആളുകൾ പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ വിശ്വസ്തനായ, കൃത്യതയോടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, ഒപ്പം നിൽക്കുന്ന സർവീസ് പ്രൊവൈഡറെയാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ ഇൻവെസ്റ്റ് ഫോർ യു എന്നുള്ള ആ ഒരു സംരംഭം അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് നമ്മൾ മെയിൻ ചെയ്യുന്നത് ഭാവിയിലേക്ക് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ആളുകൾക്ക് വിൽപ്പന നടത്തുക എന്നുള്ളതിനേക്കാൾ ഉപരി അവരുടെ ആവശ്യങ്ങൾ കൃത്യതയോടെ മനസ്സിലാക്കുക. ബിസിനസ് സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ വിൽപ്പന സെക്കൻഡ് പാർട്ട്. ആദ്യ പാർട്ട് കൃത്യതയോടെ മനസ്സിലാക്കുക. അവരോട് അതിനും എനിക്കൊരു റിക്വസ്റ്റ് അവരോട് പറയാനുള്ളത്, ഇനി വരുന്ന കാലത്ത് മേടിക്കുക അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പറയുമ്പോൾ ചേരുക എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും ഭാര്യയും ഭർത്താവും ഉൾപ്പെട്ട ആളുകൾ ഒരുമിച്ചിരുന്നുകൊണ്ട് ഇതിനൊരു പ്രസക്തി കൊടുക്കണം, ഒരു പ്രാധാന്യമുണ്ട്. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്ന പ്രാധാന്യമുണ്ട്. കാരണം എന്ത് പ്രശ്നം വന്നാലും അത് കുടുംബത്തെ മൊത്തത്തിൽ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഒരുമിച്ചിരുന്നതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള എത്രയാണ് നിങ്ങളുടെ വരവ്, എത്രയാണ് ചെലവ്, ഭാവിയിൽ എന്തൊക്കെയാണ് ആവശ്യങ്ങളുള്ളത്, ഇതെല്ലാം തുറന്നു പറയാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച തരത്തിലുള്ള സംവിധാനങ്ങൾ, അതിനുവേണ്ട സൊല്യൂഷൻസ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ സജഷനിലൂടെ സമാധാനപരമായി, സന്തോഷമായി, ഫിനാൻഷ്യലി സേഫ് ആയിട്ടുള്ള ഒരു ജേർണി ഉറപ്പാക്കാൻ കഴിയും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിന് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ കാലശേഷം പോലും ഇതേ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്താൻ എൻ്റെ മകളായ കൃഷ്ണ രംഗത്ത് വന്നിരിക്കുകയാണ്. അവള് തുടർച്ചയായി ഈ വിശ്വാസം ഉയർത്തിക്കൊണ്ട് എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സേവനം നടത്താൻ സന്നദ്ധയായി വന്നിരിക്കുന്നതാണ് മറ്റൊരു സംവിധാനം. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം സാർ. കാരണം അച്ഛനിൽ നിന്ന് മകളിലേക്ക് സ്വാഭാവികമായിട്ടും ആൾക്കാർക്കും അത് വലിയൊരു വിശ്വസ്തതയും സ്നേഹവും ഒക്കെ തന്നെയാണ്. സോ കൃഷ്ണയ്ക്ക് ഒരിക്കൽ കൂടി എല്ലാ വിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുകയാണ്. ഒപ്പം സാറിനും സാറിന്റെ ഈ സംരംഭത്തിനും ഈ ഡിസ്കഷൻ ഏറ്റവും അധികം ഫ്രൂട്ട്ഫുൾ ആയിരുന്നു. കാരണം ആൾക്കാർക്ക് ഒരുപാട് അറിവ് കിട്ടിയിട്ടുണ്ട്. അവരുടെ സംശയങ്ങൾ ഇപ്പൊ എന്റെ ആണെങ്കിൽ ഒരു 99% ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ സാറിന്റെ ഒരു വലിയ മെസ്സേജിന് ഒരുപാട് താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച് സാർ. പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്കും അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാം ഇൻവെസ്റ്റ് ഫോർ യുവിന്റെ 33ാമത് വർഷം കൊണ്ടാടുന്ന ഈ വേളയിൽ
ഞങ്ങളുടെ സ്ഥാപനത്തിന് ഭാവിയിൽ മികച്ച സേവനങ്ങളും സൗകര്യങ്ങളും കൃത്യമായ പദ്ധതികളുമെല്ലാം നിർദ്ദേശിക്കുവാനും പ്രവർത്തിക്കുവാനും എൻ്റെ പുത്രിയായ കൃഷ്ണ ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുകയാണ്. അവളുടെ MSW വിദ്യാഭ്യാസത്തിന് ശേഷം എക്കണോമിക്സ് ആയിരുന്നു, അതിനുശേഷം MSW വിദ്യാഭ്യാസത്തിന് ശേഷം അവളും ഞങ്ങളുടെ ഈ ഒരു സ്ഥാപനത്തിലെ ഇൻവെസ്റ്റ്4യുവിന്റെ പാർട്ണറായി ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഏറെ സന്തോഷമുള്ള സന്ദർഭങ്ങളാണ്. ഒട്ടുമിക്ക സന്ദർഭങ്ങളിലും ഒരു രക്ഷകർത്താവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം വളർത്തിയെടുത്ത ഒരു സ്ഥാപനത്തിന് വരുംകാല സാന്നിധ്യം വഹിക്കാൻ ഒരു പുതിയ തലമുറയെ കിട്ടുക എന്ന് പറയുന്നത് വലിയേറെ ആശ്വാസമാണ്, സന്തോഷമാണ്. കൃഷ്ണയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. ഇപ്പൊ ഞാൻ ഈ ഒരു ഇൻവെസ്റ്റ്4യു സൊല്യൂഷന്റെ ഭാഗമായിട്ട് 1 വർഷം കഴിഞ്ഞു. വളരെ സന്തോഷത്തോടെയാണ് ഞാനിപ്പോ ഇൻവെസ്റ്റ്4യു സൊല്യൂഷന്റെ ഭാഗമായി തുടരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഗ്രാജുവേഷൻ എക്കണോമിക്സ് ആയിരുന്നു. ആ സമയം തൊട്ട് തന്നെ എനിക്ക് ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ വിഷയം പഠിക്കാനും താല്പര്യത്തോടെ തന്നെയാണ് അതെടുത്തത്. അതിനുശേഷം പിന്നെ എന്റെ കൗൺസിലിങ്ങും ഒരു സോഷ്യൽ സർവീസ് എന്ന കാര്യം എന്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ സോഷ്യൽ വർക്കിലേക്ക് പിന്നീട് പോവുകയും എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ സോഷ്യൽ വർക്കിലായിരുന്നു. അങ്ങനെ 1 വർഷത്തോളം ഞാൻ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യായിരുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മിക്ക ആൾക്കാർക്കും ഏറ്റവും വലിയ പ്രശ്നം ഫൈനാൻസ് തന്നെയാണ്. അതിപ്പോ നമ്മളൊരു ഫാമിലി ആയിട്ടാണെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഏറ്റവും ആവശ്യവും ഏറ്റവും ബുദ്ധിമുട്ട് മാനേജ് ചെയ്യാൻ പണം തന്നെയാണ്. അപ്പോ ഇൻവെസ്റ്റ്4യു പോലുള്ള സ്ഥാപനം എന്റെ പാരന്റ്സ് ഓൾറെഡി നടത്തി വരുന്ന ഒരു സ്ഥാപനം ഉള്ളപ്പോൾ എനിക്ക് ആൾക്കാരെ ഏറ്റവും എളുപ്പത്തിൽ സഹായിക്കാൻ പറ്റുന്നത് ഈ ഒരു സ്ഥാപനത്തിലൂടെ തന്നെയാണ്. അങ്ങനെയാണ് എന്റെ കൗൺസിലിംഗ് രംഗത്ത് നിന്ന് മാറി ഞാൻ ഇൻവെസ്റ്റ്4യു സൊല്യൂഷനിൽ ജോയിൻ ചെയ്യുന്നത്. ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷത്തോടെയും കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷനോടെയും പറയാൻ കഴിയും, ഈ ഒരു ഫീൽഡ് ഫൈനാൻഷ്യൽ ഫീൽഡിലേക്ക് വന്നേ പിന്നെ നേരത്തേക്കാൾ കൂടുതൽ എനിക്ക് ആൾക്കാരെ സഹായിക്കാൻ കഴിയും. കാരണം ഏതൊരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഫാമിലിയുടെയോ ജീവിതത്തിലെ ബേസിക് ഫൗണ്ടേഷൻ ആണ് ഫൈനാൻഷ്യൽ പ്ലാനിങ്. നമ്മൾ ഏൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അതിനു മുമ്പേ തന്നെ നമ്മളൊരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പോക്കറ്റ് മണി കിട്ടുന്ന കാലം തൊട്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങുന്ന ഒരു കാര്യമാണ് ആവണം ഫൈനാൻസ്. കാരണം നമുക്ക് കിട്ടുന്ന ഓരോ എമൗണ്ടും കൂട്ടി വെച്ചിട്ടാണ് നമുക്ക് നാളത്തേക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഒരു സ്ഥാപനത്തിലൂടെ എനിക്ക് എത്തിക്കാൻ കഴിയും. അത് തന്നെയാണ് ഒരു സോഷ്യൽ വർക്കർ എന്ന നിലയിലും ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ ഡിഫറൻസ് കൊണ്ടുവരാൻ സഹായിക്കുന്നത്. സോ ഐ എം വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്4യു. ആസ് എ യങ് പേഴ്സൺ ഇൻ ദ ഫീൽഡ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഫൈനാൻഷ്യൽ പ്ലാനിങ് എല്ലാ യങ്സ്റ്റേഴ്സിനും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇന്ന് കാണുന്ന ഈ ആരോഗ്യവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാശിനൊക്കെ നമുക്ക് പരിധിയുണ്ട്. സോ നമുക്ക് ഏറ്റവും ഏർലി സ്റ്റേജിൽ സേവ് ചെയ്യാൻ പറ്റിയ നമ്മുടെ ഫൈനാൻഷ്യൽ ഗ്രൗണ്ട് ക്ലിയർ ആയാൽ അങ്ങോട്ട് നമുക്ക് വളരെ എളുപ്പമായിരിക്കും. നമ്മളൊക്കെ ഈ യങ്സ്റ്റേഴ്സ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു ഏർലി റിട്ടയർമെന്റ് ഉണ്ട്. നേരത്തെ തന്നെ എല്ലാ ചുമതലകളിൽ നിന്ന് മാറി ഫ്രീ ആവാം. അത് നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്താൽ സാധിക്കും. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിലൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഒരു ആശയം എത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ വൺസ് അഗൈൻ താങ്ക് യു എന്നെ ഇൻവെസ്റ്റ്4യിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഒപ്പം നിന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്കും സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ മെന്റേഴ്സിനും അതുപോലെ എല്ലാ കണക്ട് ആളുകൾക്കും വളരെയേറെ നന്ദി അറിയിക്കുകയാണ്. ഈ 33 വർഷത്തെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെയും ഫിനാൻഷ്യൽ ഫ്രീഡം പ്രൊവൈഡേഴ്സ് എന്ന റോളിലുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും സുഖമാക്കിയത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായവും സപ്പോർട്ടും കൊണ്ടാണ്. നിങ്ങൾ തന്ന ആ റെഫറൻസുകളാണ് ഞങ്ങളെ കൂടുതൽ പ്രവർത്തിക്കാനായിട്ട് അവസരം ഉണ്ടായത്. ഇന്ന് ഞങ്ങൾക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം, ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ട് ഇന്നും ഞങ്ങളുടെ 25-30 വർഷം കഴിഞ്ഞ കസ്റ്റമേഴ്സ് അവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഞങ്ങളെ പരിചയപ്പെടുത്തുകയും ഞങ്ങളിൽ നിന്ന് കിട്ടിയ ആ ഒരു നല്ല കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതും കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇനിയും ഭാവിയിൽ കൂടുതൽ നിങ്ങളുടെ സ്നേഹ സപ്പോർട്ടുകൾ ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുകയാണ്. അതില് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത കൃഷ്ണ, ഞങ്ങളുടെ കാലശേഷവും കൃഷ്ണയ്ക്ക് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും അതിനെ സുരക്ഷിതമാക്കി കൈകാര്യം ചെയ്യുവാനും നിങ്ങളുടെ സന്തോഷമുള്ള സന്ദർഭം പോലെ സങ്കടത്തിലും ഒപ്പം നിൽക്കാൻ ഞങ്ങളും ഞങ്ങളുടെ ഇൻവെസ്റ്ററും ഒപ്പം ഉണ്ടാവുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ഡിസ്കഷൻ
ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഏവർക്കും നന്ദി അറിയിക്കുന്നു.